ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് വെർച്വൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഭാഗമായിട്ട്, സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഹന്ന റജി കോശി അതുപോലെ തന്നെ അഷ്കർ എന്ന് പറയുന്ന 2 പേരായിരുന്നു, നായികയും നായകനുമാണ് ആ സിനിമയുടെ. അവരായിരുന്നു ഇന്റർവ്യൂവിന് വന്നത്. അപ്പോ ആ സമയത്ത് നിങ്ങളെല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും കണ്ടതായിരിക്കും ഇന്റർവ്യൂ. കാരണം ഒരുപാട് വൈറലായി. അതിനകത്ത് ആങ്കർ ഈ ഹന്ന റജി കോശിയോട് ഒരു ചോദ്യം ചോദിച്ചു. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ചോദ്യം. ഒരു ആങ്കർ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ വ്യക്തി ആ ഒരു ചോദ്യം ചോദിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും ആ ഇന്റർവ്യൂ. എനിക്ക് ആ ഇന്റർവ്യൂവിന്റെ ക്ലിപ്പിംഗ്സ് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ആ ഇന്റർവ്യൂ യൂട്യൂബിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തില്ല. കാരണം ആങ്കർ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു മൂഡിൽ ഞാൻ വിട്ട് കളഞ്ഞത്. ഇനിയിപ്പം ഒരുപാട് പേരെ റിയാക്ടും ചെയ്യുന്നു, ഞാനും കൂടെ എടുത്ത് വലിച്ചൊട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ആ കുഞ്ഞ് അതുവഴി പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ അത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹന്ന റജി കോശി എന്ന് പറയുന്ന സിനിമയുടെ നായികയോട് ചോദിക്കുകയാണ്, മോളെ നീ സിനിമ അഭിനയ രംഗത്തേക്ക് വന്നത് കിടന്നു കൊടുത്തിട്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ആങ്കർ ചോദിക്കുന്നത്. ആ കുട്ടി ഉദ്ദേശിച്ചത് കാസ്റ്റിംഗ് കൗച്ചാണ്. അതിനെ അങ്ങനെ ചോദിക്കാം, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടിട്ടുണ്ടോ മോള് സിനിമയിലേക്ക് വന്നപ്പോൾ എന്നുള്ളൊരു കാര്യം ചോദിക്കാം. അതിന് പകരം കിടന്നു കൊടുത്തിട്ടാണോ വന്നത് എന്നുള്ളൊരു സാധനമാണ് ആ കുട്ടി, ഈ ആങ്കർ ഉപയോഗിച്ചത്. അത് ആ സിനിമയുടെ നായകനായിട്ടുള്ള അസ്കറും അതിനെ എതിർത്ത് കുറെ നേരം അതിന് ആ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് സംസാരിച്ചു. ഹന്നയ്ക്ക് കുറച്ച് കഴിഞ്ഞ് ദേഷ്യം വന്നു. ഇവിടെ പിന്നെ ഈ ആങ്കർ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്, ഒരു ആങ്കർ ഒരിക്കലും എങ്ങനെ ആകരുത് എന്നുള്ള കാര്യം എനിക്ക് ആ പെൺകുട്ടിയിൽ നിന്ന് ഞാനൊന്ന് പഠിച്ചൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് ആ പെൺകുട്ടി അന്ന് ആ ഒരു ഇന്റർവ്യൂ ചെയ്തത്. അതിനെ ചൊല്ലി നല്ല രീതിയിൽ ആ മോളങ്ങി ഏറിപ്പോയായിരുന്നു, കൊന്നായിരുന്നു നാട്ടുകാരെടുത്ത് വെച്ച്. മനസ്സിലായില്ലേ? കാരണം അത്രയ്ക്കും എനിക്കത്രയും വൾഗറായിട്ട് തോന്നി കേട്ടോ അവിടെ ഒരു ചോദ്യം. എനിക്കത്ര എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ ഈ മോള്, ഞാനിപ്പോ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ളൊരു കാരണം, ഈ മോള് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ കാണുന്നത്. അതും ഈ ഒരു ഇന്റർവ്യൂ ആയതിനു ശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കാനേ പോയിട്ടില്ല ആ ഒരു ഭാഗത്തേക്ക്. അവളുടെ ഇന്റർവ്യൂ കാണണ്ടെന്നുള്ളൊരു മൂഡായിരിക്കും. അപ്പോ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് നമ്മുടെ എറണാകുളത്ത് വനിതാ വിനിത എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണാനായിട്ട് ഈ ഒരു ആങ്കർ വന്നപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയാസ് ഇവളുടെ ഇടയ്ക്ക് ചെന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പടത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് 1 മാസം ഉണ്ടായ ഈ വിഷയത്തെ പറ്റി പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ അന്ന് ഏതൊരു സ്റ്റേറ്റ്മെന്റിലാണോ അവൾ ഉറച്ചു നിന്ന് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഇപ്പോഴും അവൾ ഉറച്ചു നിൽക്കുക. ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം അവൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവളോട് പുച്ഛം തോന്നി, വെറും പുച്ഛം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഇവളെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഒരു ഡയലോഗ് ഇവളുടെ വീഡിയോ എടുത്തു വെച്ച് താങ്ങണം എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. കാരണം ഒരു സ്ത്രീ എങ്ങനെ ആകരുത്, ഒരു ആങ്കർ മാത്രമല്ല, ഒരു സ്ത്രീ എങ്ങനെ സംസാരിക്കരുത് എന്നുള്ള ഒരു കാര്യം ഈ പെൺകുട്ടി നമുക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. എല്ലാ സ്ത്രീകളും, ഈ വീഡിയോയിൽ ഞാൻ അതാണ് പറയുന്നത്, എല്ലാ സ്ത്രീകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. ഞാനിപ്പോ എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവളുടെ ഭാഗത്താണ് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ പറയണം. എനിക്കത് മനസ്സിലാവണം. എനിക്കതിനെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എന്താണ് ഞാൻ പറഞ്ഞത് തെറ്റെന്ന് എനിക്കൊന്ന് മനസ്സിലാവണം. കാരണം ഞാൻ ആദ്യമേ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചത്, എന്നിട്ടേ ഞാൻ ബാക്കി സംസാരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ മാക്സിമം മോശമായിട്ട് സംസാരിക്കാതിരിക്കാൻ നോക്കും. പക്ഷേ ഇവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് വീണു പോകും. ഈ കുട്ടി ഒരുപാട് സൈബർ ബുള്ളിംഗ് ഒക്കെ നേരിട്ടതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ. അവർക്ക് അതൊന്നും ഒരു കുഴപ്പമല്ല ഇപ്പം. ഷീസ് ലൈക്ക്, നിങ്ങളത് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് ഞാൻ ഇന്നാണ് ഈ ഒരു ക്ലിപ്പിംഗ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പുച്ഛം തോന്നി എനിക്ക് ഇവളോട്. ഒരു വിവരമില്ലാത്ത ഒരു ആങ്കർ എന്ന് തന്നെയാണ് ഞാൻ ഇവളെ വിളിക്കുക. ഈ ഒരു ക്ലിപ്പിംഗ് ഞങ്ങൾ എന്നാലും കാണും. എന്നിട്ട് നമുക്ക് ICG എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നതാണ്. ICG അണ്ണന്മാർ എനിക്ക് അടി തരത്തില്ല, കോപ്പിറൈറ്റ് തരത്തില്ല എന്ന് വിശ്വസിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ICGയിലെ ചേട്ടന്മാരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അടി തരത്തില്ല എന്ന് വീണ്ടും ഞാൻ വിശ്വസിക്കുന്നു. പണി തരല്ലേടാ, വെച്ച് തരാം, കണ്ടോ. ഒരാളോട് നമ്മൾ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം വളരെ മോശമായ ചോദ്യം ഇപ്പോഴും തോന്നില്ല. കിടന്നു കൊടുത്തു, ഇതിപ്പോ നിങ്ങൾ വേറെ കണ്ടന്റ് ആക്കിയിട്ട് ഇറക്കുമ്പോൾ എനിക്കറിയാം. ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് വൃത്തികെട്ട വാക്കാണുള്ളതെന്ന് പറഞ്ഞുതരാം. ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ എന്ന ഒരു പ്രൊഫഷനിൽ വന്നതെന്ന് പറയുമ്പോൾ അതിലൊരു മോശമില്ലാതാണ് താങ്കൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിടേണ്ട വന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് അവിടെ തീർന്നു. ഓക്കെ, പിന്നെ അതിനെപ്പറ്റി ആരൊന്നും പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് ചോദിച്ചോണ്ടാണോ നേരിടുന്നത്? നല്ല
കളിയാക്കാൻ ഉത്തരം കൊടുത്ത് അവിടെ നിന്ന ചേട്ടൻ എന്തായാലും ചോദിച്ചോണ്ടാണല്ലോ നീ സൈബർ ബുള്ളിങ് നേരിടുന്നത്. ഇപ്പോഴും നിങ്ങൾ കേട്ടോ, അവൾ ഇപ്പോഴും അവക്കൊരു ആ ചോദിച്ചതിനകത്തൊരു തെറ്റുണ്ടെന്ന് ആ കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് അവക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഒരു മാസം കഴിഞ്ഞ് ഇപ്പോഴും അത്രയും സൈബർ ബുള്ളിങ് അവക്കന്ന് വന്നിട്ടും ചുറ്റും നിൽക്കുന്ന ഒരു 10 പേരെങ്കിലും അവളോട് പറഞ്ഞു കാണത്തില്ല നീ ചോദിച്ചത് ശരിയായില്ല എന്ന്. എന്തോരം ഓൺലൈൻ മീഡിയ സീനെ പറ്റി സംസാരിച്ചു, എന്തോരം പേര് റിയാക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോഴും അവൾ ചോദിക്കുന്നത് കേട്ടില്ല. ഞാൻ എന്താ ചോദിച്ചത് തെറ്റാണോ എന്നുള്ളൊരു മൂഡില്ല. ഞാനൊരു സ്ത്രീയല്ല, എന്നോടൊപ്പം ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന്. നീ ഒരു സ്ത്രീയാണെന്ന്, ഒരു സ്ത്രീയുടെ വില നിനക്ക് കിട്ടണമെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. നീ ഇപ്പോഴും അതല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും? പച്ച തെറിയെ നിനക്ക് കേൾക്കത്തുള്ളൂ മോളെ. ഞാൻ ഒരിക്കൽ പോലും, ഞാൻ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവരറിയാം, ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ആവശ്യമില്ലാതെ തെറി പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നിനക്ക് ഒരു 10 തെറി കേൾക്കണ്ട. നിന്റെ ഇപ്പോഴത്തെ ഒരു സാധനം കൂടെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അത്. കാരണം വളരെ മോശമായിട്ടൊരു പെൺകുട്ടിയോട് നീ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് സംസാരിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, എന്നിട്ട് വന്നിരുന്ന് അതിനെ വെളുപ്പിക്കുക. നിന്റെ ഭാഗത്ത് ശരിയെന്നുള്ള രീതിയിലാണ് നീ ഇപ്പോഴും സംസാരിക്കുന്നത്. നീ ഇപ്പോഴും പറഞ്ഞെന്താ ഒരു കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിലേക്ക് വന്നത് എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ചോദ്യമല്ല എന്നാണ് നീ പറയുന്നത്. അത് മോക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ, പിന്നെ അറിവും ഇല്ലാത്തതുകൊണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു വേർഡ് ഉണ്ട് അതിന്. അത് വെച്ച് നിനക്ക് ചോദിക്കാം, നീ മോളെ നീ അത് നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം നിനക്ക്. അതൊരു തെറ്റല്ല, അത് തെറ്റല്ല. പക്ഷെ നീ ചോദിച്ച രീതി, ആ ഇന്റർവ്യൂ എനിക്ക് ഇവിടെ കാണിക്കായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വേണമെങ്കിൽ കാണിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. ഞാൻ അതുകൊണ്ട് അത് പിന്നെ എവിടേക്കോ ഞാൻ മറ്റേ ഒരുപാട് പേര് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കായിരുന്നു. പിന്നെ വേണ്ട എന്ന് ഞാൻ വെച്ചിട്ടാ. വീണ്ടും അത് വെച്ചിട്ട് വെറുതെ അവരെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് താല്പര്യമില്ല അങ്ങനെ കാണിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പക്ഷേ ബാക്കി നിങ്ങൾ കാണുന്നത് നമുക്ക് സംസാരിക്കാം. ആ ചോദ്യം ചോദിച്ചത് ഒരു തെറ്റായി പോയിപ്പോ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ചോദ്യം ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനൊരു സാധനം ഉണ്ടായാലാണ് സിനിമ ചാൻസ് കിട്ടുക. അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പൊ സിനിമയിൽ മാത്രമല്ല എല്ലാ പ്രൊഫഷനിലും ഇപ്പൊ അങ്ങനെ ആ ഒരു ഇതാണല്ലോ വരുന്നത്. എല്ലാ പ്രൊഫഷനിലും ഉണ്ടെന്ന് മോള് പറയുന്നുണ്ടല്ലോ. അപ്പൊ നീ തലയാട്ടുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോള് ആങ്കർ ആയത് കിടന്നു കൊടുത്തിട്ടാണോ? ഈ പാവപ്പെട്ടന്റെ ഒരു സംശയമാണ് അത്. നീ കിടന്നു കൊടുത്തിട്ടാണോ നീ ഒരു ആങ്കർ ആയത്? മോളോട് ആരെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മോക്ക് കൊള്ളത്തില്ലേ? ഇല്ലെങ്കിൽ അതിലും വളരെ മോശമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഞാനത് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ നിന്നോട് അത് ചോദിക്കുന്നതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെങ്ങന്മാരെ എന്നോട് ക്ഷമിക്കുക, വേറെ ഒന്നും കൊണ്ടല്ല. ഇവളുടെ ഈ ചോദ്യത്തിന്, ഇവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് ഒരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, തെറ്റായിട്ടൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. മോള് കേൾക്കുന്നുണ്ടെങ്കിൽ, മോളെ നിന്റെ അപ്പനും അമ്മയും അവരുടെ കല്യാണത്തിന് മുന്നേ നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഞാനൊരു സർക്കസ്റ്റിക് ആയിട്ട് പറയാണ്, ഇതിനെ എടുത്ത് മറ്റാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. മാന്യമായിട്ടൊരു കാര്യം നിന്നോട് ചോദിക്കുക, നിനക്ക് കൊള്ളാൻ വേണ്ടി ചോദിക്കുക. അതായത് നിന്റെ അപ്പനും അമ്മയും നീ ആവുന്നതിന് മുന്നേ, കല്യാണത്തിന് മുമ്പേ നിന്റെ അപ്പൻ നിന്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എവിടെയെങ്കിലും ജോലിയുണ്ട്, നിന്റെ അമ്മയോട് നിന്റെ അപ്പൻ ചോദിക്കുകയാണ്, മകളെ നീ ആ ജോലിക്ക് കയറിയത് കിടന്നു കൊടുത്തിട്ടാണോ എന്നുള്ളൊരു സാധനം ചോദിച്ചാൽ, അത് നീ ഇന്നറിഞ്ഞാൽ നിനക്ക് പൊളിയത്തില്ലേ? അപ്പൊ നീ ഒരു നിമിഷം ആലോചിക്കത്തില്ല എന്ത് വൃത്തികെട്ട ചോദ്യം എന്റെ അപ്പൻ ചോദിച്ചെന്ന്? ഒരു നിമിഷമെങ്കിലും നീ ആലോചിക്കത്തില്ല. അപ്പോഴും നീ പറയും അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സംശയമാണ് എന്ന് നീ പറയുമോ? അല്ല, അങ്ങനെ നീ പറയുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു നിന്നോട്. എന്താ ഇവിടെ പറയേണ്ടത്? എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു ഇവളുടെ ആ ഇന്റർവ്യൂ കണ്ട് ഞാൻ വിട്ടു. അത് ചിലപ്പോൾ അവൾ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത്, അവൾക്ക് അറിയത്തില്ലായിരിക്കും, ഇന്റർവ്യൂ തുടങ്ങിയ ഒരു സ്റ്റാർട്ടർ ആയിരിക്കും, അതുകൊണ്ട് പറ്റിയതായിരിക്കും എന്നൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടോ? ഇവൾ ഇപ്പോഴും ആ ഒരു മോഡിലാണ് നിൽക്കുന്നത്. ഇവളൊക്കെ എങ്ങനെ, എനിക്കറിയത്തില്ല. ഇവളിപ്പോഴും ഇവിടെ ആങ്കറിങ് തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെ ആ ചാനൽ ഇവളെ പോലെ ഒരാളെ വെച്ച് എന്തിന് ഇന്റർവ്യൂ എന്തിനെടുക്കുന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ചിട്ടാണോ ആൾക്കാരെ ഗസ്റ്റുകളെ വിളിച്ചിരുത്തി സംസാരിപ്പിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇവളുടെ ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഈ ഒരു ക്ലിപ്പിനകത്ത്, ഞാൻ ക്ലിപ്പ് മൊത്തം വെക്കുന്നില്ല, ഇവിടെ തന്നെ ഇതിനകത്ത് പറയുന്നതാണ് അവൾ ഇപ്പോഴും ആ ചാനലിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് കാണു ബാക്കി. ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ ഒരു സുഹൃത്ത്, ഞാനൊരു സ്ത്രീയാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവര് സ്ത്രീയാണ്. ഇപ്പം ഇന്ന ആളോട് ഇന്നതേ ചോദിക്കാൻ പാടുള്ളൊന്നുമില്ലല്ലോ. എല്ലാത്തിനും നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാനത് കോമൺ ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചോളൂ. അത് അവർ പേഴ്സണൽ ആയിട്ട് എടുത്ത് പിന്നെയും കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതായി പേഴ്സണലിലോട്ട് പോയി. എന്തായാലും അധികം വേഗം നിങ്ങൾക്ക് തന്നെ അറിയാം. അധികം വൈകാതെ ഇനി കൂടുതലൊന്നും അറിയാനില്ല. ഞാനപ്പോ ഒരു കാര്യം പറയട്ടെ. എന്താ നീ പറഞ്ഞത്? എന്തൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ.
അതങ്ങനെ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നാ. അപ്പം ഞാൻ ഈ നേരത്തെ ചോദിച്ച മോൾ അധികം പേഴ്സണലായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ സർക്കസ്റ്റിക് ആയിട്ട് അങ്ങ് ചോദിച്ചതാ. അത് കറക്റ്റ് ചോദിക്കണമെങ്കിൽ നിന്റെ അപ്പനെ അമ്മയെ വെച്ച് തന്നെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവരുടെ ചോദിക്കുമ്പോൾ നിനക്ക് അത്രയും കൂടെ കൊള്ളത്തില്ല. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകൊച്ചിനൊന്ന് പറ്റിയതാ. ഒരു ഇന്റർവ്യൂവിന് ഇരുത്തി ആ പെൺകൊച്ചിനോട് അതിന്റെ ആ സിനിമയിലെ നായകനോടും ചോദിക്കുന്നത്. നായികയോടാണ് മെയിൻ, നായകനാണ് കയറി എന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. അവൻ ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരുത്തരായതുകൊണ്ട് ആ ചോദ്യം കേട്ടപ്പോൾ അവൻ കയറി തല വെച്ചു. അപ്പത്തേക്ക് അവള് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോടല്ലേ, ആ പെൺകുട്ടിയോടല്ലേ, ഹന്ന എന്നങ്ങടെ പേര്, അവളോടല്ലേ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ എന്തിനാണ് മറുപടി പറയുന്നത് എന്നുള്ള ഒരു രീതിയിലൊക്കെ അവളോട് ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. മോളെ, ദൈവത്തെ ഓർത്ത് ഇവളെ പോലുള്ളവരെയൊക്കെ വെച്ച് ഇത് ചെയ്യുന്ന ചാനലിനോടാണ് ഇത്രയും വിവരം കെട്ട ആളുകളെ ഒന്നും പിടിച്ചിരുത്തി ഗസ്റ്റുകളെ വിളിച്ച് ഇന്റർവ്യൂവിന് ഇട്ട് കൊടുക്കരുത്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും ആ പെൺകുട്ടിയെ പോലെ മറ്റേ മൈക്ക് വലിച്ചിട്ട് ഇറങ്ങി പോകണമെന്നൊന്നുമില്ല. ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് സോഷ്യൽ മീഡിയയിൽ പല ആളുകൾ പറയുന്നത് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇറങ്ങി പോരായിരുന്നില്ല എന്ന്. ഇപ്പൊ എനിക്കത് തോന്നുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ലേഡി ആയിരുന്നെങ്കിൽ സത്യമായിട്ടൊരെണ്ണം പൊട്ടിച്ചിട്ട് വരേണ്ടതായിരുന്നു. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മാസം കഴിഞ്ഞിട്ട് അവളുടെ ആ ഒരു സാധനത്തിന് സാധാരണ ഒരാൾ ഇത്രയും സൈബർ ബുള്ളിങ് കിട്ടി തെറ്റ് പറ്റി എന്ന് മനസ്സിലായി. ഇവളുടെ വീട്ടിൽ ആരുമില്ലേ? അവർ പറഞ്ഞു കൊടുക്കത്തില്ലേ? ഞാനത് ആലോചിക്കുന്നു. ഇവളുടെ വീട്ടിൽ ആരുമില്ലേ ഈ കുട്ടിക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ? അതായത് മോളെ, നീ ചോദിച്ച രീതി ശരിയായില്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? കഷ്ടം കേട്ടോ, വളരെ മോശം. ഇവളെ പോലെ ഒരാളും ഇവളെ പോലുള്ളവരെയൊന്നും കണ്ടു പഠിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കുറച്ചും കൂടെ ഉണ്ട്, കണ്ടോ. ഒരു ഈ മൂവി റിലേറ്റഡ് ആണെങ്കിൽ 10 ൽ 9 പെൺപിള്ളേർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നേരിടേണ്ട വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം അല്ല, അവര് പറഞ്ഞത് നിങ്ങൾ അത് കാസ്റ്റിംഗ് കൗച്ചിൽ അത് പറഞ്ഞ് നമ്മൾ പുറത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ചോദ്യത്തിന്റെ രീതി മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്തില്ല. ഞാൻ റിഗ്രറ്റ് ചെയ്തില്ല. ബിക്കോസ് ഞാൻ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക് ആയിരുന്നു. ഇത് ചർച്ച ആവണം തന്നെയാണ്. കാരണം ഇതുപോലെ പല കാര്യങ്ങളും നടക്കുന്നത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, താങ്ക് യു. നീ പറഞ്ഞത് കൊള്ളാം. ഇതൊരു ചർച്ചാ വിഷയം ആകാൻ വേണ്ടി നീ ഒക്കെ ഉണ്ടാക്കിയതാണ് മോളെ. ഇത് നീയായിട്ട് കൊണ്ടുവരണ്ട. ഇതിന് മുമ്പേ ഇവിടെ ആൾക്കാർ ചർച്ചാ വിഷയം ആക്കിയ സാധനമാണ് ഇത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സാധനം. നീ അത് നല്ല രീതിയിലുള്ള ചർച്ചാ വിഷയം ആക്കാനല്ല. നീ ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ സംഭവിച്ചത്. നീ അതൊരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ മാന്യമായിട്ട് ചോദിക്കണമായിരുന്നു. നീ ചോദിച്ചുകൊണ്ട് നിനക്ക് തന്നെ അല്ലേ ഇപ്പൊ പണി കിട്ടിയത്. ഒരു 10 പേര്, ഒരു സമൂഹത്തിൽ ഒരു 10 പേര് നിന്നെ സപ്പോർട്ട് ചെയ്യുമോ? നിങ്ങൾ തന്നെ പറ, കണ്ടോണ്ടിരിക്കുന്നവര് പറ. ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഈ അന്നത്തെ വിഷയം പ്രോപ്പറായിട്ട് കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് ആ ക്ലിപ്പ്, ഞാൻ പറഞ്ഞല്ലോ, ക്ലിപ്പ് ഒന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം തൊട്ടിരുന്ന കഥ പറഞ്ഞേനെ. എനിക്ക് ഈ ഒരു സാധനം മാത്രമേ ഇതേ ഉള്ളൂ. ഒരു ഇന്റർവ്യൂവിൽ വന്നവരോട് ഇവള് ചോദിച്ച ചോദ്യം, ആ ചോദ്യം വളരെ മോശം. ആ രീതി, ഇവളുടെ ആറ്റിറ്റ്യൂഡ്, അന്നത്തെ ആറ്റിറ്റ്യൂഡ് ഇട്ടോട്ടെ, വോട്ടെവോ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷെ ആ ചോദ്യം, അതൊരു പ്രോപ്പറായിട്ട് ചോദിക്കാനുള്ള ഒരു വിവേകമുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല. എന്റെ ഒരു പെർസ്പെക്റ്റീവാ കേട്ടോ. ഇപ്പോഴും അവള് പറയുന്നത് കേട്ടില്ലേ, അവക്കൊരു റിഗ്രറ്റും തോന്നുന്നില്ല അന്ന് ആ കാണിച്ചതിനോട്. എന്താണ് ഇവളോട് പറയേണ്ടത്? നിങ്ങൾ പറ, നിങ്ങൾ കമന്റ് ഇട്ട് പറ. ഞാനൊന്നും എനിക്കിനി ഇരിക്കുള്ളൊന്നും പറയാനില്ല. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് നേരത്തെ പറഞ്ഞ ഇച്ചിരി ഇതായിട്ട് തോന്നി. പക്ഷെ അത് ഇവളോടൊക്കെ അങ്ങനെ പറയണോടൂ. ഇവളോടൊക്കെ അങ്ങനെ അല്ലേ പറയണ്ട. ഇപ്പോഴും വന്നിട്ടുണ്ട് പറയുന്നത് കണ്ടോ. ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചോദിച്ചാൽ അവക്ക് ഒരു ഉളുപ്പും ഇല്ല, ഒരു റിഗ്രറ്റ് ഇല്ല അവക്ക്. സംശയം ഇതാണ്, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ല ഇവക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇച്ചിരി ഒരു ഒന്ന് മാന്യത എന്താണെന്ന് അവളോട് പറഞ്ഞു കൊടുക്ക്. ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏത് തരത്തിൽ. ഇവള് ചോദിച്ച നല്ല ചോദ്യമാണ്, പക്ഷെ അതിനെ നല്ല രീതിയിൽ ചോദിക്കണം. പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ല കാര്യമായിരിക്കും. ദൈവത്തെ ഓർത്ത് ഇവള് വർക്ക് ചെയ്യുന്ന മീഡിയ, ഓൺലൈൻ മീഡിയ, നിങ്ങളാണെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്ക്. ഇവളുടെ ചെയ്ത ആ തെറ്റിന്റെ ഒരു ആഴം ഇപ്പോഴും അവൾക്കത് മനസ്സിലായിട്ടില്ല. എന്തോ ഞാൻ വലിയ സ്റ്റാർ ആണ് എന്നുള്ളൊരു മൂഡിലാണ് അവൾ ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. നല്ലൊരു റെസ്പോൺസ് അല്ല മോളെ. നിന്റെ ഇന്റർവ്യൂ ഒക്കെ കയറുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ നോക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല. ഇതും കൂടെ കഴിഞ്ഞപ്പോ എന്തായാലും നിന്റെ ഇന്റർവ്യൂയുടെ പരിസരത്ത് പോലും നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ പറ, കണ്ടോണ്ടിരിക്കുന്നവര് പറ, ഇവള് ചെയ്തത് അത്ര നല്ല കാര്യമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് എന്തായാലും യോജിക്കാൻ വയ്യ ഒരു പെൺകുട്ടിയോട്. ഇങ്ങനെ ആവരുത്. ഞാൻ വീണ്ടും പറയാണ്, ഒരു പെൺകുട്ടി ഇങ്ങനെയൊന്നും ആവരുത്. ആങ്കറിങ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും മാന്യമായിട്ട് ചോദിക്കാൻ പഠിക്കുക. നീ കടന്നു കൊടുത്തിട്ടാണോ സിനിമ കയറിയത്? ഇങ്ങനെ വോട്ട്.
അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഞാൻ പറഞ്ഞതിനോടൊക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.